ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടാനാണ് നടൻ നിവിൻ പോളിയുടെ നീക്കം. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നറിയുന്നു. മുതിർന്ന അഭിഭാഷകനുമായി നിവിൻ പോളി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തൊക്കെയാണ് നിവിൻ പോളിയുടെ അടുത്ത നീക്കം? സൈഫുന്നിസ. നേരിമംഗലം സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് എടുത്ത അന്ന് തന്നെ ഇത് നിഷേധിച്ചുകൊണ്ട് നിവിൻ പോളി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നും ഈ സംഭവം നടക്കുന്ന സമയം താൻ ദുബായിൽ ഇല്ല എന്നുമാണ്. ദുബായിൽ ഒരു ഹോട്ടൽ റൂമിൽ ഒരാഴ്ചയോളം പൂട്ടിയിട്ട് പീഡിപ്പിച്ചു നിവിൻ പോളിയും സംഘവും എന്നാണ് യുവതിയുടെ പരാതി. പക്ഷേ ഈ കേസ് സംഭവം നടക്കുന്ന സമയത്ത് താൻ ദുബായിലായിരുന്നില്ല, ഷൂട്ടിങ്ങിലായിരുന്നു എന്നുള്ള വാദങ്ങളൊക്കെയാകും നിവിൻ പോളി ഇന്ന് കോടതിയെ അറിയിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മുതിർന്ന അഭിഭാഷകനുമായി നിവിൻ പോളി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുൻകൂർ ജാമ്യം തേടുക എന്നുള്ളത് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ പ്രാഥമിക നടപടിക്രമമാണ്. അതിന്റെ ഭാഗമായാണ് മുൻകൂർ ജാമ്യവുമായി ഹർജിയുമായി നിവിൻ പോളി മുന്നോട്ട് പോകുന്നത്. ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യം നൽകാനാണ് സാധ്യത. ഒപ്പം തന്നെ ഈ കേസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം കൂടി നിവിൻ പോളി ഉന്നയിക്കും. കാരണം തന്റെ കയ്യിൽ താൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് മതിയായ തെളിവുകളുണ്ട് എന്നും അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് നിവിൻ പോളി വാദിക്കാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ പരാതിക്കാരിയുടെ വാദം എന്ന് പറയുന്നത് നിവിൻ പോളിയും സംഘവും ക്രൂരമായി മർദ്ദിച്ചു എന്നും പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ദുബായിൽ എത്തിച്ചെന്നും പിന്നീട് സിനിമയിൽ അവസരം നൽകാമെന്ന് പറയുകയും ഇതിനിടയിൽ തൻ്റെ അടുത്ത് നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുമൊക്കെയാണ് ഈ യുവതിയുടെ പരാതിയിൽ പറയുന്നത്. നേരത്തെ തന്നെ യുവതി പരാതി ഒരു ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് അതിൽ പീഡനാരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് കണ്ട് പരാതി കെട്ടിച്ചതാണെന്ന് പോലീസ് ഇത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും പീഡനാരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ യുവതി പരാതി നൽകിയത്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യുവതിയുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് തന്നെ രേഖപ്പെടുത്താനാണ് സാധ്യതയുള്ളത്. അതെ, സൈഫുന്നിസ സൂചിപ്പിച്ചതുപോലെ തന്നെ യുവതിയുടെ മൊഴി, വിശദമായ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തിയേക്കും. ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്.